ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മിസ്റ്റർ ഇൻസോമിനിയ വെയിറ്റിംഗ് ഫോർ ലവിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ അങ്കിൾ ഷെന്നോ അതുപോലെ ഞാനും കൂടി സംസാരിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുവാണ്, അങ്കിൾ ഷെൻ നിങ്ങൾക്ക് വന്നിട്ട് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയായിരുന്നു, അന്ന് ആ ബോട്ട് അപകടത്തെ പറ്റി അറിയായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്കിൾ ഷെൻ വന്ന് ഫ്ലാഷ് ബാക്കിലുണ്ടായ ഒരു കാര്യം പറയാണ്. ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിയാണ് അത്ര നിർബന്ധിച്ച് നമ്മുടെ യാനെ വിളിച്ചുകൊണ്ട് പോയത് ബോട്ടിങ്ങിന്. അപ്പോൾ അങ്കിൾ ഷെൻ കുറേ വട്ടം പറഞ്ഞു നോക്കി പോകണ്ടെന്ന്, എന്നിട്ടും അവൻ കാണാതെ ലൂസിയാണ് വിളിച്ചുകൊണ്ട് പോയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർക്ക് അപകടം പറ്റിയതും പിന്നെ അമ്മ വന്നാൽ വെള്ളത്തിന് ഒഴുക്കി വിട്ടതും അങ്ങനെയാണ് എൻ്റെ അമ്മ മരിച്ചത്. അപ്പോൾ ഇതിനെല്ലാം കാരണം ലൂസി തന്നെയാണെന്ന് അങ്കിൾ ഷെന്നും പറയാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, അന്ന് നിങ്ങൾക്ക് ഇത് നേരത്തെ കൂട്ടി അറിയാമെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു ലൂസിയാന്ന്, അപ്പോൾ ഞാൻ അവളെ സ്നേഹിക്കത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അങ്കിൾ ഷെൻ പറയാണ്, ഞാൻ തന്നെ ഇപ്പോൾ അടുത്താണ് മനസ്സിലാക്കി ആ കൊച്ചു വന്ന് ലൂസിയാന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന്. മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഇവനെ അന്വേഷിച്ചിട്ട് ഇവൻ ഓഫീസിൽ വന്നിട്ട് വേറെ എവിടെയില്ല. അപ്പോൾ ചീസും ഷൂമാൻസും കൂടി ഇവൻ അന്വേഷിച്ച് ഇവൻ്റെ വീട്ടിൽ വരിക. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒരുമാതിരി അവസ്ഥയെ കിടക്കുവാണ്. അപ്പോൾ ചീസു ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയുവാണ്, നീ ഇങ്ങനെ കുടിക്കാതെ, എനിക്ക് എൻ്റെ മനസ്സ് പറയുന്ന ഒരിക്കലും ലൂസി ആയിരിക്കത്തില്ല, നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ചിന്തിച്ച് നോക്കുക, അന്ന് എന്താ ഉണ്ടായെന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക്, അല്ലാതെ നീ ഇങ്ങനെ കുടിച്ചോണ്ടൊന്നൊരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ ഞാൻ പറയണം നിങ്ങളൊന്ന് പോവാവോ, എനിക്ക് ഇച്ചിരി സമാധാനം വേണമെന്ന് പറഞ്ഞിട്ട് ചീസുവിനും ഷൂമാൻസിനും അവിടെ നിന്ന് പറഞ്ഞു വിടും കേട്ടോ. അപ്പോൾ ചീസു നേരെ ചെന്ന് ലൂസിയുടെ അപ്പയെ കണ്ട് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്ത് ലൂസിയുടെ അപ്പ ടെൻഷൻ ആവുക. എടാ എൻ്റെ മോള് വല്ലതും അറിഞ്ഞോ, നീ ഇപ്പോൾ എല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചീസു പറയണം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, കാര്യങ്ങൾ ക്ലാരിറ്റി അറിയാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ലൂസിയുടെ പപ്പ പറയണം, എടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വന്നിട്ട് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതുണ്ടായില്ല, ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ലൂസിക്ക് ആ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവളെ സ്ട്രെസ് ചെയ്ത് ചോദിക്കാനും പറ്റിയില്ല. പിന്നെ അവളെ കുറേ ഒരു സൈക്കോളജി ഡോക്ടറെയൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ അവളൊരു നോർമൽ സ്റ്റേറ്റിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവന്നത് തന്നെ. അതുകൊണ്ട് അവൾ ഇനിയും ആ ഒരു കാര്യം അറിഞ്ഞ് അവൾ ബോധറാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എൻ്റെ മോളെ ഇടപെടുത്തലാന്ന് പറഞ്ഞിട്ട് ചീസുവിൻ്റെ അടുത്ത് തരാം. എന്നിട്ട് ചീസു ഇങ്ങനെ പുറത്ത് വരുന്ന സമയത്ത് നമ്മുടെ ലൂസിയും കാണും കേട്ടോ. എന്നിട്ട് അവർ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതേ സമയം നമ്മുടെ യാനെ കാണാനായിട്ട് ലൂസിയുടെ അമ്മ വന്നിട്ട് പറയുവാണ്, നീ എന്തുമായാലും എൻ്റെ മോളെ ബ്രേക്കപ്പ് ചെയ്തേ പറ്റൂ, വേറെ ഒന്നുമില്ല, അവളൊരു നല്ല ലൈഫിനായിട്ടെങ്കിലും, ഓൾറെഡി അവൾക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇനി ഈ ഒരു കാര്യത്തെ അവളാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ജീവിതകാലം മൊത്തം അതൊരു ഗിൽറ്റി ആയിരിക്കും, അത് മതി. അതുകൊണ്ട് അവളത് ഇങ്ങനെയാണ്, ഈ ഒരു പോക്കിലാണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം, നിൻ്റെ പപ്പ ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എൻ്റെ മോളുടെ ലൈഫായിരിക്കും പോകുന്നത്, അവിടെ ഞാനത് ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് പറയാണ് ബ്രേക്കപ്പ് ചെയ്യാൻ പറയുകയാണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ലൂസി വന്നിട്ട് ഞാനെ കാണാൻ വരുന്നു, വീട്ടിൽ വരും കേട്ടോ. അപ്പോൾ എടുത്തുണ്ടെങ്കിൽ ഞാൻ പറയണം, ഞാൻ ബ്രേക്കപ്പ് പറയുവാണ്, ഇനി നമ്മൾ തമ്മിൽ സെറ്റ് ആവത്തില്ല, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ ലൂസി പറയുകയാണ്, നീ എന്നെ പറ്റിക്കൊന്നുമല്ലോ, കോമഡിയും ഒന്നും കാണിക്കുമല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയണം, അല്ല നമുക്ക് രണ്ടുപേർക്കും സെറ്റ് ആവത്തില്ല, നമ്മുടെ പേരൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ല, പിന്നെ നമ്മളായിട്ട് എന്തിനാണ് ഇതാവുന്നതെന്ന് പറയുമ്പോൾ ലൂസി അവിടെ നിന്ന് ദേഷിച്ച് പോവാണ്. എന്നിട്ട് ഇവിടെ നേരെ ചെന്ന് പ്രൊഫസർ ലീയെ കണ്ട് സംസാരിക്കും. പ്രൊഫസർ ലീ പറയണം, അവൻ പറയുന്നതൊക്കെ ചുമ്മാതാ മോളെ, നിന്നെ അവൻ ഇപ്പോഴും വെറുത്തിട്ടൊന്നുമില്ല, മാത്രമല്ല നിന്നെ ഇപ്പോഴും ഇഷ്ടം, കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഡാറ്റ എല്ലാം നോക്കുമ്പോൾ നിൻ്റെ പേര് പോലും കേട്ട് അവൻ്റെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് അവന് നിന്നെ ഇഷ്ടമില്ലാതിരിക്കുന്നത്, അതൊക്കെ അവൻ ചുമ്മാ പറയുന്നതാണ് ലൂസിയുടെ അടുത്ത് പറയുവാണ്. എന്നിട്ടാണെങ്കിൽ അങ്കിൾ ഷെന്നും ഞാനും കൂടി ഇങ്ങനെ ഈ ബോട്ട് അപകടത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട സമയത്ത് ലൂസ് ചെയ്തെന്ന് കേൾക്കും കേട്ടോ. അപ്പോൾ ലൂസി ഇത് കേട്ടെന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ ഇവൾ ഓടി പോകുന്നതിന് പിന്നാലെ ഓടിച്ചില്ല. അപ്പോൾ ലൂസി പറയണം, ഞാൻ കാരണം ഒരു ജീവനെ നഷ്ടപ്പെട്ടു, ഞാനൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, എനിക്കിനി മരിച്ചാൽ മതി എന്നുള്ള ലെവലിൽ ലൂസി അങ്ങ് സങ്കടപ്പെടും. മാത്രമല്ല അവൾ പറയും, നീ പറഞ്ഞതാണ് കറക്റ്റ്, നമ്മൾ ബ്രേക്കപ്പ് ശരി, മാത്രമല്ല നിൻ്റെ ലവിന് ഞാൻ യോഗ്യയല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇട്ട് കൊടുത്ത മോതിരം ഉണ്ടല്ലോ അത് ഊരി തറയെ കളഞ്ഞിട്ട് പോകാട്ടോ. ഇവൾ പോയോണ്ട് ഇവരങ്ങ് ഭ്രാന്ത് പിടിച്ച പോലെ ആ മോതിരം ഉണ്ടല്ലോ അത് കിടന്നങ്ങ് തപ്പു കേട്ടോ. ഈ സമയത്ത് കറക്റ്റ് ഷൂമാൻസ് വന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്തോടെ വട്ടുണ്ടോ, വേണ്ടെങ്കിൽ ലൈഫ് നിങ്ങളങ്ങ് ഒന്നിക്കേണ്ടെന്ന് വെക്കി, നീ ഇമാതിരി പ്രാന്ത് പിടിച്ച പോലെ ഒന്നും ബിഹേവ് ചെയ്യാതെ പറയുമ്പോഴും ഇവളൊന്നും മൈൻഡ് ചെയ്യാതെ, ഷൂമാൻസിനൊന്നും മൈൻഡ് ചെയ്യാതെ ആ മോതിരം എല്ലാവരും തപ്പു കേട്ടോ. അന്ന് വൈകിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ഈ ഒരു കാര്യത്തിലൊക്കെ സങ്കടം, നമ്മുടെ ഈ ലൂസിയുടെ മെമ്മറീസ് ഒക്കെ കാരണം ഇവൻ ബൈക്ക് ഓടിച്ചിട്ട് അവളെ ഇവരിങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ ഇവനെ ആക്സിഡൻ്റ് ആവും. അപ്പോൾ ഷൂമാൻസ് ഇത് കണ്ടിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ ആക്കുന്ന തന്നെ ഷൂമാൻസിയോ, പക്ഷേ ഇവന് ഷൂമാൻസിനെ കാണുമ്പോൾ നമ്മുടെ ലൂസിയുടെ കണക്കാം. എന്നിട്ട് ഇവളാണെങ്കിൽ ലൂസി എന്നും പറഞ്ഞിട്ടാണ് ഇവനന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ എന്നെ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഷൂമാൻസിന് മനസ്സിലാവണം ഇവൻ്റെ മനസ്സിൽ ആരാണുള്ളത്, ലൂസിയാണുള്ളത്, നമ്മളൊന്നും ഇവൻ്റെ മനസ്സിൽ വരത്തില്ലെന്നുള്ള കാര്യം ഇവൾക്ക് മനസ്സിലാവണം. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട് ഇവളടുത്ത്, അല്ല ലൂസി അല്ല എന്നോട് അഡ്മിറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഷൂമാൻസിന് പറയാതെ ലൂസിയാണ് അഡ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവളും ഓക്കെ, അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ആ രീതിക്ക് അവൻ്റെ ഹാപ്പി ലൈഫ് ആയിക്കോട്ടെ, അവൻ്റെ മനസ്സിന് ഇഷ്ടമുള്ളത് എങ്ങനെയാണ് അതുപോലെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഷൂമാൻസിയും പറയുവാണ്. എന്നിട്ട് ഷൂമാൻസ് പറയുകയാണ്, നിങ്ങളുടെ എന്ന് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ട്രൂ ലവ് ആണ്, അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളുടെ ഇടയിൽ വരാൻ പോകുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്ന് പറയാണ്. മാത്രമല്ല ലൂസിയുടെ അടുത്ത് ഓൾറെഡി ബ്രേക്കപ്പ് പറഞ്ഞു, അവളും ബ്രേക്കപ്പ് പറഞ്ഞിട്ടില്ലേ വന്നേ, അതുകൊണ്ട് ഇപ്പോൾ അവൾ മനസ്സില്ല മനസ്സോടെ അവൻ്റെ കൂടെ എടുത്ത എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ചെയ്യണം.
അതുപോലെ പ്രൊഫസർ ലീവ് വന്നിട്ട് ഞാനും ലൂസിനെയും വിളിച്ചിട്ട് പറയുവാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്കൊന്ന് ആ ആക്സിഡൻറ്റ് ഉണ്ടായില്ല അവിടെയൊക്കെ ഒന്ന് പോയിട്ടൊന്ന് വരുവാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതൊക്കെ പഴയ കാര്യങ്ങൾ ഓർമ്മ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവർ വന്നിട്ട് ഇവരുടെ അമ്മ ആക്സിഡൻറ്റ് ആയില്ലേ, ഞാൻ്റെ അമ്മ, ആ ബോട്ടൊക്കെ ചെന്ന് നോക്കുമ്പോൾ അവിടെ വന്നിട്ട് ആ ബോട്ടിൻ്റെ ഓണർ വരിക. അപ്പോൾ ഇയാൾ ചോദിക്കുക ആരാന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുകയാണ് രണ്ട് ആ ഇവരുടെ പേരും കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവാന്ന് ആക്സിഡൻ്റ് ആയി. അപ്പോൾ ആൾ പറയുന്നത് നിങ്ങളുടെ കൂടെ ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഒരു 3-4 വയസ്സ് മൂത്തൊരു പയ്യനും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവർക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഞാൻ വന്ന് ഞാൻ്റെ പപ്പയെ കണ്ടിട്ട് ചോദിക്കണം, പപ്പ സത്യം പറഞ്ഞാൽ എന്താണ് സത്യാവസ്ഥ, ഞാൻ ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകാമെന്ന്. അപ്പോൾ അടുത്താണ് ഞാൻ്റെ പറയണം, എടാ നീ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകണ്ട, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്തോറും നീ തന്നെ സങ്കടപ്പെടുത്തുള്ളൂ, പിന്നെ ലൂസി എന്നെ ഇതിന് കാരണം എന്ന് പറയുമ്പോൾ നിൻ്റെ മനസ്സിനെയും കൂടുതൽ വേദനിപ്പിക്കുന്ന എന്തിനാണെന്ന് പറയാം കേട്ടോ. മാത്രമല്ല പ്രൊഫസർ ലീവ് വന്ന് ലൂസിയും ഞാനും ലാസ്റ്റ് ഒരു ഫൈനൽ എക്സ്പീരിയൻറ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അവർ ചെല്ലും കേട്ടോ. അപ്പോൾ ചെല്ലുന്ന സമയത്ത് ഹിപ്നോട്ടിസം ചെയ്യാം. അപ്പോൾ ഹിപ്നോട്ടിസം ചെയ്യുന്നത് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബോഡി റെസിസ്റ്റ് ചെയ്തായിരുന്നു, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇവരുടെ ബോഡി റെസിസ്റ്റ് ചെയ്യുന്നില്ല, ഇവർ ഹിപ്നോട്ടൈസ് ആണ്. അപ്പോഴാണ് ശരിക്കും ഉണ്ടായ സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൂസിയും ഞാനും അതുപോലെ അങ്കിൾ ഷേനാണ് ശരിക്കും ഇവരെ ബോട്ടിങ്ങിന് പോകാനായിട്ട് വിളിച്ചത്. ആ സമയത്ത് ലൂസിയും ഞാനും പറഞ്ഞാണ് ഞങ്ങൾ വരുന്നില്ല, ഒറ്റയ്ക്ക് വരുന്നില്ലെന്ന്. അപ്പോൾ അങ്കിൾ ഷേനാണ് നിർബന്ധിച്ച് ഇവരെ കൊണ്ടുപോയിട്ട് ആ ബോട്ടിങ്ങിന് കൊണ്ടുപോയത്. മാത്രമല്ല ഈ അങ്കിൾ ഷേൻ ബോട്ട് ആട്ടി കളിച്ചുകൊണ്ടാണ് ഇവർക്ക് അതിൽ ആക്സിഡൻ്റ് ആയതും. അങ്ങനെയുള്ള സമയത്ത് ഇവൻ പേടിച്ച് അവിടെ നിലവിളിച്ചപ്പോൾ ഇത് കേട്ടിട്ടാണ് നമ്മുടെ ഞാൻ്റെ അമ്മ വന്നത്. അപ്പോൾ ഞാൻ്റെ അമ്മ ചെന്നിട്ട് ഇവരെ രക്ഷിച്ചു വരുന്ന സമയത്ത് ഈ ലേഡി വന്ന് മുങ്ങിത്താഴുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ മറ്റേ അങ്കിൾ ഷെന്നെ ഓൾറെഡി നീന്തലറിയാം, എന്നിട്ട് പോലും അത് കണ്ടിട്ട് ആ ടെൻഷനിൽ രക്ഷിക്കാതെ ഇരുന്നത്, മനഃപൂർവ്വം രക്ഷിക്കാതെ ഇരുന്നതെല്ലാം തന്നെ അങ്കിൾ ഷെന്നാണ്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ എല്ലാം കാരണം വന്ന അങ്കിൾ ഷെന്നാണ്. അപ്പോൾ ഇവർ ഇന്ന് വരുന്ന സമയത്ത് ഇവർക്ക് ഈ കാര്യം മനസ്സിലാവും. അപ്പോൾ ഞാനും ലൂസിയും കൂടി സംസാരിക്കണം. ലൂസി എടുത്തെന്ന് ചോദിക്കാം, ഇത്രയും ഉണ്ടായി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിയാലിറ്റി അറിഞ്ഞ്, അപ്പോൾ നിനക്ക് ഇപ്പോൾ അങ്കിൾ ഷെന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടോ ചോദിക്കുന്ന സമയത്ത്, വെറുപ്പ് എന്തെങ്കിലും തോന്നുന്ന ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയണേ എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പാണെന്ന്. ഇത് വന്നിട്ട് അങ്കിൾ ഷെൻ കേൾക്കും കേട്ടോ. അപ്പോൾ അങ്കിൾ ഷെൻ വിചാരിക്കും ഓക്കെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് അവനെ വെറുത്തില്ല എന്നുള്ള ദേഷ്യത്തിൽ അങ്കിൾ ഷെനാണ് പോകുക. അത് കഴിഞ്ഞിട്ട് അവൻ പറയണം എനിക്ക് വെറുപ്പ് തന്നെയാണ്, പക്ഷേ എനിക്ക് വേണ്ടി അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മനസ്സുകൊണ്ട് അദ്ദേഹത്തെ മുഴുവനായിട്ട് വെറുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പറഞ്ഞു. പക്ഷേ ഈ ഒരു കാര്യം അങ്കിൾ ഷെൻ കേട്ട് കാണത്തില്ല. അപ്പോൾ അങ്കിൾ ഷെൻ ഇപ്പോൾ അവൻ്റെ അടുത്തൊരു വൈരാഗ്യ ബുദ്ധിയാട്ടോ. അപ്പോൾ അങ്കിൾ ഷെൻ വന്ന് ഇതെല്ലാം കേട്ടല്ലോ, ഇവന് വെറുപ്പാന്നുള്ള കാര്യം കേട്ടല്ലോ. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിന് ഇവന് ഇൻസോംനിയ എന്നുള്ള കാര്യം പബ്ലിഷ് ചെയ്യുക, ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുക കേട്ടോ. അങ്കിൾ ഷെൻ മനസ്സിൽ പറയാം നീ ഇനി CEO ആയിരിക്കും, നിനക്ക് യാതൊരു യോഗ്യതയില്ലെന്ന്. മാത്രമല്ല അങ്കിൾ ഷെൻ വന്നിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും വിളിച്ചിട്ട് ആളുടെ ഭാഗത്താക്കിയിട്ടുണ്ട്. ഇവരുടെ ഷെയർ ഹോൾഡർ എല്ലാം വെച്ചിട്ട് ഇവൻ CEO ആവാൻ നമ്മുടെ യാനെ ഇറക്കി വിട്ടിട്ട് പകരം അങ്കിൾ ഷെൻ CEO ആകും. കാരണം ഇനിയിപ്പോൾ നമ്മുടെ യാനെ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ഷെയർ ഹോൾഡേഴ്സും നമ്മുടെ യാനെതിരാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ഹ്യൂമാൻസും ഇല്ലേ, ആളുടെ പപ്പ മാത്രം ഇവനെ സപ്പോർട്ട് ചെയ്യും. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വന്ന് ഇയാളുടെ മോളെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല യാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വന്ന് നല്ലൊരു CEO ആണ്, ആ ഒരു കാരണം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ നല്ലൊരു തരത്തിലുള്ളൊരു ഷെയറും ഉണ്ട്. അതുകൊണ്ട് ഇവനെ ബാക്കി ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ തന്നെ എന്താവും ആ CEO. മാത്രമല്ല അങ്കിൾ ഷെൻ്റെ ജോലിയും പോവും. അപ്പോൾ നമ്മൾ ഞാൻ ചെന്നിട്ട് അങ്കിൾ ഷെൻ്റെ അടുത്ത് പറയാം എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ട്, അതൊക്കെ സത്യം, പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് വെറുക്കുന്നതെന്ന് ചോദിക്കണം. സത്യം പറഞ്ഞാൽ അങ്കിൾ ഷെന് ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഗിൽറ്റി ഉണ്ടായിരുന്നു, കാരണം ആളുടെ ഭാഗത്താണല്ലോ തെറ്റ്. അപ്പോൾ ആളും അങ്ങ് കരയുവാണ്. അപ്പോൾ ഒരുവിധം അങ്കിൾ ഷെൻ്റെ മനസ്സൊക്കെ ഒന്ന് നോർമലായി വരും കേട്ടോ. മാത്രമല്ല ഞാൻ്റെ പപ്പയുടെ അടുത്ത് ചെന്നിട്ട് അങ്കിൾ ഷെൻ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഞാൻ്റെ പപ്പ പറയുകയാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി അറിയായിരുന്നു, അന്ന് തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ നമ്മുടെ ഫാമിലി കാര്യങ്ങൾ പുറത്തു പോകുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനും മറച്ചു വെച്ചെന്ന് പറയുന്നത്. പിന്നെ കാണിക്കുവാണ് നമ്മൾ ഞാനും ലൂസിയും കൂടി സംസാരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയണത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇൻസോംനിയ വന്നതെന്നാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഉറങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അന്നൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ രണ്ടുപേരും കൈപിടിച്ച് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമുക്കൊരു ഇൻസോംനിയ എന്ന് പറയുന്ന പ്രശ്നം നമ്മുടെ മുന്നേ വന്നപ്പോഴും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തന്നെ ക്യൂർ ആയി മാറാനുള്ള ചാൻസ് എന്താണ്. മാത്രമല്ല ഇവർ ഇപ്പോഴും ബ്രേക്കപ്പിലാണല്ലോ. അപ്പോൾ ലൂസി വന്ന് ലൂസിയുടെ ഫ്രണ്ട് കാണുന്ന സമയത്ത് ആ പെണ്ണ് പറയുകയാണ് എടാ നീ വിചാരിക്കുന്ന കണക്കൊന്നുമില്ല ആൺപിള്ളേർ, നമ്മൾ എപ്പോഴും അവരെ പിന്നാലെ എന്നാൽ അവർക്കൊരു വിലയും കാണത്തില്ല, നീ കുറച്ചൊക്കെ അവനൊന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അഹങ്കാരം ഈഗോ വെച്ചിട്ട് കുറയത്തുള്ളൂ, അപ്പോൾ അവനായിട്ട് തന്നെ നിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ലൂസി ഓക്കെ കേട്ടോ. മാത്രമല്ല ഞാൻ വന്നിട്ട് ലൂസിയെ വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ പറയുകയാണ് നമ്മുടെ കോൺട്രാക്ട് ഇതുവരെ തീർന്നിട്ടില്ല, മാത്രമല്ല എനിക്ക് ഇൻസോംനിയ മാറിയിട്ടില്ല, അതുകൊണ്ട് നീ എന്തുവരെ എൻ്റെ കൂടെ വന്ന് സ്റ്റേ ചെയ്തേ പറ്റുന്നു. അപ്പോൾ ലൂസി ഓൾറെഡി നമ്മുടെ ഞാനും അതുപോലെ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് സംസാരിച്ച് കേട്ട് കാണും. അപ്പോൾ സ്പെഷ്യൽ അസിസ്റ്റൻറ്റിനാണ് പറഞ്ഞേക്കുന്നത് നീ ഒരു കാര്യം ചെയ്യുക, അവളുടെ അടുത്ത് പറഞ്ഞ് ഈ കോൺട്രാക്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവളെ എങ്ങനെയും കൂടെ നിർത്താൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതറിയുന്ന ലൂസി പറഞ്ഞു പറ്റത്തില്ല, എൻ്റെ ഇൻസോംനിയ മാറി, അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ കൂടെ വന്ന് സ്റ്റേ ചെയ്തല്ലെന്ന്. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മൾ ഞാൻ ഇന്ന് ഒരു പ്രൊഫസറിലേക്ക് വിളിച്ചു വരുന്നു കേട്ടോ. എന്നിട്ട് ആളെ കൊണ്ട് പറയിപ്പിക്കും ഇവന് ഭയങ്കര ഇൻസോംനിയാണ്, ഇവനാണെങ്കിൽ ലൈഫ് ഇൻസോംനിയ എന്നൊക്കെ പറഞ്ഞിട്ട് പറയിപ്പിക്കും. അപ്പോൾ ലൂസി ശരി പോയാൽ പോട്ടെ എന്നുള്ള ലെവലിൽ ശരി ഓക്കെയും പറയും.
പിന്നെ ഇവർ ഒരുമിച്ച് സ്റ്റേ ചെയ്യണമല്ലോ. അപ്പോൾ ഇവർ വന്നത് ചെല്ലുന്നത് ലൂസിയുടെ വീട്ടിലേക്കാട്ടോ. ലൂസിയുടെ വീട്ടിലേക്ക് രണ്ടുപേരും കൊണ്ട് പോകുന്നത്. അപ്പോൾ ലൂസിയുടെ പപ്പ കാണുന്ന സമയത്ത് ലൂസിയുടെ പപ്പയ്ക്ക് ഇവരുടെ ദേഷ്യമല്ലേ, അപ്പോൾ ദേഷ്യം വിടുക. അപ്പോൾ ലൂസിയുടെ അമ്മ വന്നിട്ട് ലൂസിയുടെ പപ്പയെ വിളിച്ച് മാറ്റിയിട്ട് പറയുകയാണ് അവരുടെ ലൈഫ് ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനിടയിൽ ഡിസൈഡ് ചെയ്യേണ്ട, പിള്ളേരുടെ ലൈഫ് അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ, അവൾക്ക് ബെസ്റ്റ് ആളത് അവൾ സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ലൂസിയുടെ പപ്പ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി പോകുക. മാത്രമല്ല ഇന്ന് വന്നിട്ട് ഞാൻ വന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവള് വന്നിട്ട് അവനെയാണെങ്കിൽ ബെഡ്ഷീറ്റ് ഒന്നും കൊടുത്ത് കാണത്തില്ല കേട്ടോ. അപ്പോൾ അവന് തണുക്കൂലോ എന്ന് വെച്ചിട്ട് ബെഡ്ഷീറ്റ് കൊടുക്കാനായിട്ട് വരിക. ആ സമയത്ത് അവ അവിടെയില്ല. മാത്രമല്ല അവൻ എന്തുകൊണ്ട് ഫുഡ് കഴിക്കാനെങ്ങാണ്ട് കിച്ചനെ പോയതാണ്. അപ്പോൾ അവർ ഏത്തയ്ക്ക് എടുത്തുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഇവനെ കണ്ട് പേടിച്ചിട്ട് ഇവർ ബെഡ്ഷീറ്റ് ചവിട്ടിയിട്ട് രണ്ടുപേരും വീണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ ലൂസിക്ക് നാണം വരും. അപ്പോൾ അത് പുറത്ത് കാണിക്കില്ല. അപ്പോൾ അവൾ റൂമിൽ ചെന്ന് ചിരിക്കുവാണ്, ഞാനും അവിടെ നിന്ന് ചിരിക്കുവാണ്. പിറ്റേന്ന് രാവിലെ ആവുന്ന സമയത്ത് ഓൾറെഡി ഒരു ജഡ്ജിനെ നമ്മുടെ ലൂസിക്ക് പരിചയപ്പെടുത്തി കൊടുത്തൂല്ലേ ഞാൻ. അപ്പോൾ ആ ജഡ്ജ് വന്ന് രാവിലെ നമ്മൾ ലൂസിയെ വിളിച്ചിട്ട് പറയുകയാണ് ഇനിയൊരു മ്യൂസിക്കൽ കോമ്പറ്റീഷൻ വരുന്നത്, നീ അതിന് പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ ലൂസി അതിനെ ഓക്കെ പറയാം, വേറെ ഒന്നുമല്ല അവൾ ഇൻസോമിനിയ മൊത്തമായിട്ട് മാറിയാണ്. ഇനി അപ്പോൾ അവൾക്ക് ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല ലൂസി ഞാനാണ് ചെന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനും ഹാപ്പിയാണ്, കാരണം അവിടെ ചെല്ലുമ്പോൾ അവനും മനസ്സിലാവുകയാണ് അവൾ വന്നൊരു മ്യൂസിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ്. അന്ന് വൈകിട്ട് ഹ്യൂമാൻസി വന്ന് ഇവരുടെ ഡിന്നർ വിളിക്കും കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവൾ വന്ന് റെസ്റ്റ് റൂമിൽ പോകുന്ന സമയത്ത് 2-3 പയ്യന്മാർ ഇവരുടെ അടുത്ത് മോശമായിട്ട് വഴക്കുണ്ടാക്കാൻ വരും. ആ സമയത്ത് കറക്റ്റ് ചീസ് വന്ന് ഇവരുടെ അടുത്ത് വഴക്കുണ്ടാക്കി ഇവരൊക്കെ അടിച്ചിടുക കേട്ടോ. മാത്രമല്ല ആ അടിയിൽ അവന് ചുണ്ടിൻ്റെ അവിടെ പൊട്ടിക്കാണും. അപ്പോൾ നമ്മുടെ ഹ്യൂമാൻസി അവനെ തുടച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഐസ് ടു ഐസ് മീറ്റ് ചെയ്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുവാണ്. മാത്രമല്ല അന്ന് രാത്രി ഞാൻ വന്ന് നമ്മുടെ ലൂസിയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. മാത്രമല്ല ഇവന് സത്യം പറഞ്ഞാൽ ഇൻസോമിനിയ മാറി, എങ്കിലും ഇവള് കൂടെ നിൽക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഇവൻ കള്ളം പറഞ്ഞേക്കും. അപ്പോൾ ഇവനാണെങ്കിൽ ഉള്ള കോഫി എല്ലാം കുടിച്ചുകൊണ്ട് പോകുക, കാരണം കോഫി കുടിച്ചില്ലെങ്കിൽ ഇവന് ഉറക്കം വരില്ല. അപ്പോൾ ഇവളറിയാതെ ഇതാക്കും വേണമല്ലോ. പക്ഷേ ഇവൻ അങ്ങനെ നൈസായിട്ട് അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോവും, രാവിലെ എണീക്കുന്നതോ ലേറ്റ് ആയിട്ടും. മാത്രമല്ല ഇവ എണീക്കുന്ന സമയത്ത് ലൂസി വിളിച്ചിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എൻ്റെ അടുത്ത് വരാൻ പറയണം. അവരവിടെ ചെന്ന് മീറ്റ് ചെയ്യുന്ന സമയത്ത് ലൂസി പറയണം എനിക്ക് ഓൾറെഡി അറിയാം എൻ്റെ ഇൻസോമിനിയ മാറി എന്നുള്ള കാര്യം, പിന്നെ നീ എന്തോ ചെയ്യുന്ന അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാ, മാത്രമല്ല നീ എന്നെ മാരേജ് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ ഞാനും അതല്ലേ വേണ്ട. അപ്പോൾ ഞാനും ലൂസിയും കയറി കിസ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വെഡ്ഡിങ് ഡ്രസ്സ് എല്ലാം നോക്കുക കേട്ടോ, നോക്കാൻ പോയേക്കുക. അപ്പോൾ അവിടെ വെച്ചിട്ട് വന്നിട്ട് നമ്മുടെ രണ്ടുപേരുടെയും പേരൻസ് സെയിം ടൈമിൽ വിളിക്കും. ഇപ്പോൾ ലൂസി ആണെങ്കിൽ ലൂസിയുടെ പപ്പയും ഞാനാണെങ്കിൽ എൻ്റെ പപ്പയും വിളിക്കും. എന്നിട്ട് പറയും ഇന്ന സ്ഥലത്ത് തന്നെ. ഇവരാണെങ്കിൽ ടെൻഷൻ അടിച്ചാൽ പോകുന്നത്, ഇനി അടുത്ത് എന്ത് പുല്ലാപ്പാണോ ഇവരുണ്ടാക്കിയെന്നുള്ള ലെവലാണ് പേരൻസ് ഇനിയും വഴക്കൂടിയെന്ന് വെച്ചിട്ടാണ് ഇവളും അതുപോലെ ഇവനും കൂടി പോകുന്നത് കേട്ടോ. ചെല്ലുന്ന സമയത്തൊന്നും നോക്കണം, നമ്മുടെ ലൂസിയുടെ പപ്പയാണെങ്കിൽ കുടിച്ചിട്ടുണ്ട്, ഞാൻ്റെ പപ്പയും കുടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ അങ്ങ് ഫ്രണ്ട്സ് കണക്ക് കെട്ടിപ്പിടിച്ച് അങ്ങ് അടിച്ചു പൊളിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇവർക്ക് ഇച്ചിരി ഒരു സമാധാനം വരുന്നത്. ഇവർ തമ്മിൽ വഴക്കൊന്നുമില്ല, ലാസ്റ്റ് ഒന്നായി നല്ല കട്ട ഫ്രണ്ട്സും ആയിട്ടോ. മാത്രമല്ല ഞാൻ വന്ന് ലൂസിയെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് പറയുകയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു വെളിച്ചമില്ലായിരുന്നു, പക്ഷെ നീ വന്നതിന് ശേഷം എൻ്റെ ലൈഫ് ഫുള്ള് പ്രകാശമാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുക. മാത്രമല്ല ലാസ്റ്റ് വന്നിട്ട് ഇവർ മാരേജ് ആട്ടോ. അപ്പോൾ മാരേജിന് വന്ന അങ്കിൾഷൻ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെറുപ്പത്തിലൊരു ഫാമിലി പോലെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഈ ആൻ്റെ അമ്മ അതുപോലെ തന്നെ ലൂസി അവരെല്ലാവരും ഒരു ഫാമിലി പോലെ. അപ്പോൾ അവർക്ക് എല്ലാവരും കൂടി ഒരു ഫാമിലി നിൽക്കുന്ന പോലെ നമ്മൾ കൈകൊണ്ട് ഡ്രോയിങ് ചെയ്തില്ലേ, അതുപോലെ ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കുവാണ്. നമ്മുടെ ചീസും അതുപോലെ ഹ്യൂമാൻസും ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ലാസ്റ്റ് ഒരു സൂപ്പറായിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡ്രാമ ഇവിടെ കംപ്ലീറ്റ് ആവണം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.